ക്രിസ്തു സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ട ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 2 വരെയും 11 മുതൽ 18 വരെയും ഉള്ള വാക്യങ്ങൾ. ഇതു പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. പക്ഷേ അത് യേശു ആണെന്ന് അവൾ അറിഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അവളുടെ മറുപടി കേട്ട് കർത്താവ് അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റബ്ബോനി, ഗുരു എന്നർത്ഥമുള്ള വാക്കോടുകൂടി അവനെ തിരികെ വിളിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ സഹോദരരുടെ അടുക്കൽ പോയി നീ പറയുക, എൻ്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ പക്കലേക്ക് ആരോഹണം ചെയ്യുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ ആദ്യത്തെ സുവിശേഷവാഹകയായ മറിയം മഗ്ദലനയുടെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. ഒന്നാമതായി, മഗ്ദലന മറിയം ശിഷ്യ തുല്യമായവൾ. അവൾ ശിഷ്യത്വത്തെക്കുറിച്ച് നമ്മോട് ധാരാളം പറയുന്നുണ്ട്. ആദ്യ വെളിച്ചത്തിൽ തന്നെ അവൾ കല്ലറയ്ക്കരികിലെത്തി. താൻ കണ്ടെത്തിയ കാര്യങ്ങൾ അപ്പോസ്തലന്മാരോട് പറയാൻ അവൾ തിടുക്കത്തിൽ ഓടി. മടങ്ങിയെത്തി അവൾ കാത്തിരുന്നു. 2 കാര്യങ്ങൾ അവൾ നമ്മോട് പറയും: യേശുവിനെ കുറിച്ചുള്ള അന്വേഷണവും യേശുവിനെ പങ്കുവയ്ക്കുവാൻ ഉള്ള തീക്ഷ്ണതയും. ഇവ രണ്ടിൻ്റെയും മധ്യേ നിലകൊണ്ട ഏറ്റവും ആഴമേറിയ ഒരു സത്യമായിരുന്നു മഗ്ദലന മറിയത്തിൻ്റെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിന് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കർത്താവായ യേശുനാഥൻ അവളുടെ പേര് വിളിച്ചപ്പോഴാണ്. അവിടെയാണ് അവൾ ശിഷ്യ തുല്യമായ ബഹുമാനത്തിലേക്ക്, സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. കാരണം അവൾ അവനെ ഗുരു എന്നാണ് വിളിച്ചത്. ഒരർത്ഥത്തിൽ അപരിചിത സ്വഭാവം അഥവാ വേഷം, സാന്നിധ്യം ആയി നിലകൊണ്ട കർത്താവിനെ അവൾ സ്വരത്തിലൂടെ തിരിച്ചറിഞ്ഞു. കാരണം അവൾ ക്രിസ്തുവിനെ അന്വേഷിക്കുകയായിരുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ മഗ്ദലന മറിയത്തിൻ്റെ സങ്കടം സന്തോഷമായി മാറുകയും താൻ യേശുവിനെ കണ്ടുവന്ന് ശിഷ്യന്മാരോട് പറയുകയും ചെയ്തു. 2, ആദ്യത്തെ സുവിശേഷ ദൗത്യം, ഉദ്ധിതൻ്റെ സുവിശേഷ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവൾ. തൻ്റെ ഉത്ഥാനത്തിൻ്റെ വാർത്ത അപ്പോസ്തലന്മാരിലേക്ക് എത്തിക്കാൻ യേശു തന്നെ ഏൽപ്പിച്ച സ്ത്രീ മഗ്ദലന മറിയത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സന്ദേശം ഞാൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടി എന്നാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ സുവിശേഷ ദൗത്യം മഗ്ദലന മറിയത്തിന് ഏൽപ്പിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയത്തിന് ആ സുവിശേഷം വഹിക്കുവാനും പങ്കുവെച്ചു കൊടുക്കുവാനും ആ സന്തോഷം അനുഭവിക്കുവാനുമുള്ള കൃപ കൂടി നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ മഗ്ദലന മറിയത്തെ വിളിക്കുന്നത് അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ എന്നാണ്. ഉയർത്തെഴുന്നേറ്റ യേശു അപ്പോസ്തലന്മാർക്ക് ഉയർത്തെഴുന്നേൽപ്പ് അറിയിക്കാൻ അയച്ചത് അവളെയായിരുന്നു. അവൾക്ക് യേശു നൽകിയ പ്രധാന പങ്കിനെയും ഇന്നത്തെ സഭയിലെ സ്ത്രീകളുടെ പങ്കിനെയും മാർപ്പാപ്പ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശുവിനെ ശരിയായി അറിയുവാൻ സഹായിച്ച സ്ത്രീകൾക്കൊക്കെയും പാപ്പ നന്ദി പറയുമ്പോൾ ആദ്യത്തെ നന്ദി തൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മഗ്ദലന മറിയം നമ്മുടെ ഭവനങ്ങളിലുള്ള അമ്മമാരുടെ സുവിശേഷ ദൗത്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഭൂമിയിൽ സദ്വാർത്ത അറിയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഗബ്രിയേൽ ദൂതൻ്റെ ദൗത്യം മറിയം മഗ്ദലനയ്ക്ക് നൽകുക വഴി മറിയം മഗ്ദലന സ്വർഗീയ വിശുദ്ധിയുടെ തലത്തിൽ ഉയർത്തപ്പെടുന്നതിന് തുല്യമായ ബഹുമതിയിലേക്ക് കർത്താവ് അവളെ ഉയർത്തുകയാണ്. 3, ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള മറിയം മഗ്ദലനയുടെ വിശ്വാസം. ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള മറിയം മഗ്ദലനയുടെ വിശ്വാസം ശുദ്ധീകരിക്കപ്പെട്ട 2 ഘട്ടങ്ങൾ വരച്ച് കാട്ടുന്നു. ആദ്യ ഘട്ടം, യേശു വാഗ്ദാനം ചെയ്യുന്ന അവൻ്റെ സാന്നിധ്യത്തിൻ്റെ സൂചനകൾ എടുക്കുന്നതിൽ മറിയം അല്പം മന്ദഗതിയിലാണെന്ന് തോന്നിയേക്കാം. കാരണം അവനെ തോട്ടക്കാരനായി മറിയം തെറ്റിദ്ധരിക്കുന്നു. 2ാം ഘട്ടം, ഒരു പുതിയ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവൾ ശ്രമിക്കുന്നതാണ്. ഈ 2 ഘട്ടങ്ങളിലും മറിയം ക്രിസ്തു കൃപയാൽ നവീകരിക്കപ്പെട്ട് ബോധ്യത്തിലേക്ക്
കടന്നു വരുന്നത് നാം കാണും. നമ്മുടെ ക്രിസ്തീയ വിശ്വാസവും ഈ 2 തെറ്റുകളും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത്ഭുതങ്ങൾ ഗ്രഹിക്കാൻ അധികം നാം ശ്രമിക്കുന്നില്ല. അതേസമയം തന്നെ യേശു നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന സൂചനകളുടെയും അടയാളങ്ങളുടെയും സഞ്ചിത ശക്തിയിലേക്ക് തുറന്നിരിക്കുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയും, അതാ സാബത്തിന്റെ പിറ്റേന്ന് പ്രഭാതത്തിൽ കല്ലറ ശൂന്യമായി കാണപ്പെടുന്നു. യേശു പിന്നീട് മഗ്ദലന മറിയത്തോട് സ്വയം വെളിവാക്കുന്നു. വിശ്വാസം പുതുതായി ജനിക്കുന്നു. എന്നത്തെക്കാളും കൂടുതൽ സജീവവും ശക്തവുമാണത്. ഇപ്പോൾ അജയ്യമായതിനാൽ അത് നിർണായകമായ ഒരു അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളാണ് യേശു. നമുക്ക് അവൻ്റെ സന്ദേശത്തിൽ മാത്രമല്ല, യേശുവിൽ തന്നെ ആശ്രയിക്കാം. കാരണം ഉത്ഥിതൻ ഭൂതകാലത്തിൽപ്പെട്ടവനല്ല, ഇന്നും ജീവിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധ മഗ്ദലന മറിയത്തോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഉത്ഥിതനെ വ്യക്തിപരമായി ബോധ്യപ്പെടുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.